വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ എണിച്ചപ്പോൾ തൊട്ട് നല്ല എനർജറ്റിക് ആയിട്ട് എന്ന് പറയാം, നല്ലൊരു ഉന്മേഷത്തോടു കൂടിയാണ് മോർണിംഗ് എണിച്ചത് തന്നെ. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് വെച്ചെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സൊന്നുമില്ല. ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസി ആയിട്ട് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ അവരുടെ ഒന്നിച്ചുള്ള ഗുഡ് ആൻഡ് ബാഡ് മെമ്മറീസൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾക്കും അവർക്കും ഒന്നിച്ചുള്ള ആ ഒരു വൈബ് ആൻഡ് കമ്പനി സെറ്റാണെന്ന് മനസ്സിലാവുന്ന അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ ഫ്രണ്ട്സായിട്ട് എടുക്കലുണ്ടോ. അപ്പം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരാണുള്ളത്. അപ്പോൾ ആ രണ്ടാൾക്കാരിൽ ഒരാളുള്ളത് UK-യിലാണ്, ഒരാളുടെ UAE തന്നെ ഉണ്ട്. പക്ഷേ UAE ഉണ്ടെങ്കിലും ഞങ്ങളങ്ങനെ കൂടുതൽ കാണാറൊന്നുമില്ല. കാരണം മുമ്പ് വില്ലയിലുണ്ടാകുന്ന സമയത്ത് ഞാൻ ഓൾമോ അടുത്തടുത്ത് നെക്സ്റ്റ് ഡോർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ നമ്മൾ കുറേ ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഷാർജ മുയലയിലും ഓള് ദുബായ്, പേര് മറന്നു ഈ സ്ഥലത്തിൻ്റെ, ഓള് ദുബായ് ഹോറലൻസിലുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ, രണ്ടാളും തമ്മിൽ ഡെയിലി ചാറ്റ് ചെയ്യും, റീൽസൊക്കെ അയച്ചു കൊടുക്കുന്നല്ലാതെ നമ്മൾ കാണാറൊന്നുമില്ല. ഇന്ന് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആയ അനു എൻ്റെ റൂമിലേക്ക് വരുന്നതെന്നുള്ളത്. സോ അതാണ് എനിക്കിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല. കാരണം തിരക്കെല്ലായിട്ട് അവൾ വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ബിസി ആയിരിക്കും, നമുക്ക് ഫ്രീ ഉള്ള ടൈം ആകുമ്പോൾ ഓക്ക് വർക്ക് ഉണ്ടാവും. അതുപോലെയല്ലോ കാര്യം. അപ്പോൾ ഇന്ന് അവർക്കെന്തോ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് പാർക്കിൽ പോയിട്ടാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവരുടെ ടീം സെലക്ട് ചെയ്തിട്ടുള്ളത് അൽജാദ പാർക്കാണ് റിഹേഴ്സലിന്. അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടിയുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ഇപ്പം 2 മണി തൊട്ടാണ് അവർക്ക് പ്രാക്ടീസ് തുടങ്ങുന്നത്. സോ ഒരു 4-5 മണിയാകുമ്പം റൂമിലേക്ക് വരും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടില്ല. എന്നോടുള്ള അവിടെ എത്തുന്ന സമയത്ത് തന്നെ പാർക്കിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ രണ്ടാൾ പോയി കഴിഞ്ഞെങ്കിൽ ഓരോ പ്രാക്ടീസും റിഹേഴ്സലും എല്ലാം കുളമാവും. ഞാൻ ഓളെ നോക്കിയിട്ട് ചിരിക്കും, ഓളെ എന്നെ നോക്കിയിട്ട് ചിരിക്കും. ഞാൻ ഉണ്ടാകുന്ന സമയത്ത് എന്തായെങ്കിലും അവൾക്ക് ആ തറവായിട്ടുള്ള പ്രാക്ടീസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് കഴിയാനാകുന്ന സമയത്ത് ഒന്ന് പോയി അവരുടെ ടീമിനെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാം, എന്നിട്ടായിട്ട് ഓളയും കൂട്ടി റൂമിലേക്ക് വരാമെന്നാണ് പ്ലാൻ ആക്കുന്നത്. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യലൊന്നുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റീൽസിലൊക്കെ ഇടുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് വൈറ്റ് സോസ് പാസ്ത ആണ്. സോ ഓളെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പാസ്ത റെഡിയാക്കി വെച്ചിട്ടായിട്ട് പോവാം. കാരണം മോർണിംഗിലേ വന്നതാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. വന്നതിലേ ഫുഡ് സെർവ് ആക്കാൻ പറ്റുന്നെങ്കിൽ അത് ബെറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സിലെല്ലാം ഈ വൈറ്റ് സോസ് പാസ്താൻ്റെ ഇതിടുന്ന സമയത്ത് അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ മുമ്പ് ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് കുക്കിംഗ് പ്രോസസ്സ് ഇടുന്നതായിരിക്കും. സോ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. സോ ചിക്കൻ ഞാൻ നേരത്തെ ഫ്രീസറിന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊന്ന് ലൈറ്റ് മാരിനേഷൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാനുണ്ട്. ചിക്കൻ്റെ പണിയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഡ്രസ് ചേഞ്ച് ആക്കുന്നതിന് മുമ്പേ എടുക്കണമായിരുന്നു. നമുക്ക് ഈ സോസ് പാനിൽ തന്നെ ചിക്കനെ മാരിനേറ്റ് ആക്കാം. എന്നിട്ട് ഈ പാസ്തയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈ ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സോ ഇപ്പം നമുക്ക് ആദ്യം മാരിനേറ്റ് ആക്കാം. നിങ്ങളിൽ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്വഭാവമാണ്, എനിക്ക് കുക്കിങ്ങിൻ്റെ ഇടയിലായാലും ക്ലീനിങ്ങിൻ്റെ ഇടയിലായാലും ഇടയ്ക്കിടയ്ക്കേ കൈ വാഷ് ചെയ്തിട്ടും പിന്നെ തുടച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം ചില്ലി പൗഡർ, കാരണം നമ്മൾ പാസ്തയിൽ ചില്ലി പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. സോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ടർമറിക്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഈ കുപ്പിയിലേക്കുള്ളത് തീർന്നുണ്ട്, നേരെ വരുന്നില്ല. ഐ തിങ്ക് വലിയ ചില്ലി ഫ്ലേക്സ് ആയിരുന്നു, അതാണ് അതിലെ കൂടി വരാത്തത്. പിന്നെ സോൾട്ട് ഇടാം. ഇനി പെപ്പർ, ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ കുറേ ആയിട്ട് വാങ്ങണം വിചാരിച്ച സംഭവമാണ് പെപ്പറിൻ്റെ. ഹോൾ പെപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് പെപ്പറിൻ്റെ ഗ്രെയിൻസ് വരും പൗഡേർഡായിട്ട്. അടിപൊളിയാണത്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം.
എനിക്കിങ്ങനെ മാരിനേഷൻ ചെയ്യുമ്പോൾ കൈയോട് മിക്സ് ആക്കില്ല ഒരു സമാധാനേ അറിയില്ല. നേരത്തെ എടുത്ത അതേ സോസ് പാനിൽ പാസ്ത ഇടണം. ആദ്യം പാസ്തവും വെള്ളം നല്ല പാസ്ത മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും സോൾട്ടും ഇത്ര ഇട്ടിട്ട് വേണം പാസ്ത കുക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓയിൽ ഇടുന്ന എന്തിനെന്ന് അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്, അതായത് സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ. കുറേ ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ആ വാട്ടറിലേക്ക് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ എയർ ഫ്രയറിലെത്തി പാസ്ത കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മസാലയില്ല, ആ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ കട്ടാക്കി വെക്കാം. കുറേയൊന്നും ആവശ്യമില്ല. ആ ഒരു പാക്കറ്റ് ഓഫ് പാസ്തക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ചില്ലി, ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു 4-5 അല്ലി എൻ്റെ വലിയ ഗാർലിക്കാണ്, അതുകൊണ്ട് 4-5 അല്ലി ഗാർലിക്കും ചെറിയൊരു പീസ് ജിഞ്ചറും ഒരു 2 അനിയൻ. അതെന്ന് വെച്ചെങ്കിൽ വലിയ അനിയനെങ്കിൽ വലിയ ഉള്ളിയെങ്കിൽ 1 മതി, ചെറുതെങ്കിൽ ഒരു 2-3 അനിയൻ. ഞാൻ ഇന്നലെ വാങ്ങിയ പുതിയ കത്തിയാണ്, പക്ഷെ എനിക്കിത് എടുക്കാനും മനസ്സിലായിരുന്നില്ല. കാരണം എന്തായിരുന്നു, ഓൾറെഡി 2 കത്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഷാർപ്നെസ്സൊക്കെ ഒന്ന് ഫുള്ള് പോയാൽ പിന്നെ എടുക്കാനായിട്ട്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ്. എനിക്ക് വലിയ കത്തിയോട് ഭയങ്കര ഒബ്സഷനാണ്. ഇങ്ങനെ ഷെഫ് കട്ടിങ് പോലെ ഇങ്ങനെ മുറിക്കാനല്ലോ. പക്ഷെ എനിക്ക് വലിയ കത്തി വേണ്ട, ചെറിയ കത്തി മതി എന്നാണ് പറയുന്നത്. എന്തേന്നുള്ള അറിയില്ല, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നമുക്ക് ഇനി മസാല മേക്കിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാം. ചിക്കൻ ഇടായിട്ടുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ഫൈനായിട്ട് ചോപ്പാക്കി വെച്ച ഗാർലിക്, ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലി ഇത് 3 ഇട്ട് കൊടുക്കുക. ഇത് നല്ല സോട്ട് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അനിയൻ ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് ചാർജിന് വെച്ച ടൈം കൊണ്ടെന്താക്കിയാണ് ഞാൻ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് മല്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു 1/4 സ്പൂൺ മാത്രം, കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പറയൽ കുറച്ച് സ്പൈസി ഫീൽ കിട്ടാനും. നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ച മസാലയിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടെടുക്കണം. പിന്നെ കുറച്ചൊരു വിനെഗർ ഇടണം, കാരണം ആ ഒരു റെസ്റ്റോറൻറ്റ് ബേസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് കുറച്ച് നമ്മൾ വോസ്റ്റർഷെയർ സോസ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, അങ്ങനെ തന്നെ ആയിരിക്കും വോസ്റ്റർഷെയർ. ഇനി നമ്മൾ ഈസി പ്രൊനൗൺസിയേഷനുള്ള സോയാ സോസ് പറയാൻ ഈസിയെങ്കിലും അതിൻ്റെ മൂട് തുറക്കാൻ കുറച്ച് കഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എയർ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുക്കേണ്ടത്.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കണം. കാരണം ആക്ച്വലി നമ്മളിത് വൈറ്റ് സോസിലേക്കാണ് ഇത് ഇടുന്നത്. പക്ഷെ മസാലയിൽ കൂടി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും മസാലയിൽ കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പീസ് ബട്ടർ ഒരു പാനിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഓർ മൈദ ഇട്ടിട്ടായിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല കുറുകി വരുന്ന സമയത്ത് അതിലേക്കാണ് നമ്മൾ പാലൊഴിക്കേണ്ടത്. ഏകദേശം ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ ഒരു കവർ, നാട്ടിലാണെങ്കിൽ ഒരു കവർ പാൽ അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ, കുറച്ചൊരു നല്ല പോർഷൻ കാണുന്ന പോലെ പാലൊഴിക്കുക. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും പെപ്പർ പൗഡറും സോൾട്ടും ഇത് 4 സാധനമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് പാല് നല്ല തിളക്കുന്ന രീതിയിൽ തോന്നുമ്പോൾ മൊസറല്ല ചീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അൽഹംദുലില്ലാ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കേടുപാടൊന്നും കൂടാണ്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കണം. ആദ്യം 1-2 ടൈംസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരം കുറച്ച് ടഫായിട്ടുള്ള ഡിഷല്ലേ എന്ന് തോന്നുമെങ്കിലും പിന്നെ അത് ഈസി ആയിക്കോളും. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ഈ പാസ്ത ഉണ്ടാക്കാനാണ്. നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ മക്രോണിയാലും ഈ പാസ്താൻ്റെ ഈ സാധനം വെച്ച് മക്രോണിയൊന്നും ഉണ്ടാക്കാൻ തോന്നില്ല. എപ്പോൾ നമുക്ക് ഈ വൈറ്റ് സോസ് പാസ്താനെ, കാരണം എന്തായാലും മക്രോണി ഉണ്ടാക്കുന്ന സെയിം പണി തന്നെയാണ്. അതിനൊന്നിച്ച് ഒരു സോസും കൂടി ഉണ്ടാക്കി വെക്കുന്നല്ലേ എന്ന് മാത്രമേ വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 4:30 ആയി. 5 മണിയാകുമ്പോൾ അനുവിൻ്റെ പ്രാക്ടീസ് കഴിയും. ഞാനപ്പോൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ അൽജാദ പാർക്കിൻ്റെ ഡിസ്കവറി സെൻറ്ററിൻ്റെ അടുത്താന്നുള്ളത്. ആൻഡ് ഞാനിപ്പോൾ മെല്ലെ ഇരുന്ന് ഇപ്പോൾ പോകണം മോളെ പിക്കാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരാഴ്ചയിൽ കറക്റ്റ് 5 മണിയാകുമ്പോൾ പ്രാക്ടീസ് കഴിയും. അപ്പോൾ അതിനേശം ഇങ്ങോട്ട് വരാനാണ്. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ നല്ല കുറഞ്ഞിട്ട് നല്ലൊരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ്. നൈറ്റിൽ ഏകദേശം 13-12 ഡിഗ്രി സെൽഷ്യസ് വരെ താഴേക്ക് പോകുന്നുണ്ട് ടെമ്പറേച്ചർ. 45ഉം 50ഒക്കെ കണ്ടെടുത്ത് ഇതുപോലെ 12-13 കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പക്ഷേ എന്താ പറഞ്ഞാൽ ഇപ്രാവശ്യം നല്ലോണം തണുപ്പുണ്ടായിന്. ഇപ്രാവശ്യം റെക്കോർഡിക്കലി നല്ല തണുപ്പുള്ള ഇയർ എന്നാണ് പറയുന്നുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ഫുഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാത്ത് നിന്ന് ഗസ്റ്റിനെ കൊടുക്കാം. താങ്ക് യു സാർ. എങ്ങനെയുണ്ടായിരുന്നു? ആയില്ല, എനിക്ക് നിന്നെ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൈ കൊടുത്തു കണ്ടിട്ട് ആരൊന്നും തോന്നരുത്. സ്പൂണില്ലായിട്ടല്ല, അത് സ്പൂണ് വേണ്ടാന്ന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ് കൈ കൊടുത്തു തിന്നുമ്പോൾ കയ്യിൽ നെർവ്സ് ഉണ്ടല്ലോ, ആ നെർവ്സ് ഇങ്ങനെ തൊട്ടറിഞ്ഞിട്ട് തിന്നണോ. ഞാൻ പറഞ്ഞിട്ടില്ല സ്പൂൺ അനുഭവനാന്നുകൊണ്ട് നിന്റെ അടുത്ത കേടുപിടുന്നു. അതിപ്പോ ഇപ്പൊ കറക്റ്റായി. ഭൂതമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ആക്ച്വലി ഇല്ലേ, അനു ഒരു വലിയ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ്. അത് നീ എന്ത് ആരെക്കുറിച്ചോളം ഇത് പറയുന്നത്? വലിയൊരു ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അനുക്ക് ടൈമില്ല സ്പെൻഡ് ആക്കാൻ. വേഗം പോകണം. ഇപ്പൊ ഞാനിത് നേരത്തെ കണ്ട മൂടല്ല നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഞാൻ കുറച്ചൊരു മെന വരുത്തിയിട്ടുണ്ട് കാണാന്. നീ ഇവിടെ ചെയ്ത് പഠിച്ചെന്റെ മുഖത്താ കണ്ടോ, മറ്റേ സിലിക്കോൺ ഫേസ് എല്ലാം ഉണ്ടാകുന്നില്ല അതേപോലത്തെ. അപ്പൊ മേക്കപ്പ് ആക്കിയിട്ട് ഞാനിപ്പോ ഒരു കോലം കെട്ടോയി. അപ്പോൾ അനുവിനെ പിക്കാക്കാൻ അനുവിൻ്റെ ഹസ്ബൻഡ് താഴെ വന്നിട്ടുണ്ട്. നമുക്ക്
പോവാം. ആക്ച്വലി പ്രാക്ടീസ് കഴിയുമ്പോൾ തന്നെ ഒരു ടൈം ആയിന്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ പോകാൻ ഒരു ബാഡ്മിൻ്റണുള്ള നാട്ടിലത്തെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകേണ്ടി വരുന്നത്. ഗൈസ് അങ്ങനെ അനുവിനെ താഴെ കൊണ്ടുവിട്ടു. ആൻഡ് എനിക്ക് നല്ല ഹെഡ് ഏക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ച് ടൈം കിടന്നുറങ്ങി. ഉറങ്ങാനൊന്നും പറ്റിയില്ല, കുറച്ച് ടൈം കിടന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചെങ്കിൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു കുളിയും പാസ്സാക്കിയിട്ടായിട്ട് വന്നിട്ട് ഇരുന്നിട്ടാന്നുള്ളത്. നൈറ്റേക്ക് ഇപ്പം പാസ്ത തന്നെ ഉണ്ട്. സോ ഇത് വരുമ്പോൾക്ക് നൈറ്റത്തെ ഡിന്നർ അത് തന്നെയാവും, വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കയ്യെല്ലാം വർക്കുന്നു, അങ്ങനെ തലവേദന. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയിട്ടാകുമ്പം ഡോക്ടറിനെ കൺസൾട്ട് ആക്കിയെങ്കിലും നെർവ് ഇഷ്യൂ, ടെൻഷൻ, സ്ട്രെസ്സ് അങ്ങനെയല്ലോ എന്ന് പറഞ്ഞിന്. സോ അതുകൊണ്ട് തന്നെ അത് പിന്നെ കൂടുതൽ അതിന് വേണ്ടി ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ടെൻഷൻ, സ്ട്രെസ് എല്ലാം അത് പോകാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിനാന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ വേറെ രീതിയിൽ വലിയ വലിയ സ്കാനിങ്ങും ഇതെല്ലാം ചെയ്ത് നോക്കാനും പേടിയാണ്. കാരണം എന്തെങ്കിലും ഉണ്ടാടി ഉണ്ടോട്ട് വെറുതെ എടുത്തിട്ട് തലയിൽ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വൈകിപ്പിക്കാണ്ട് വെച്ച് താമസിക്കാണ്ട് ചെയ്തോ. അതായത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാലല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റും. സോ എല്ലാവരും ടേക്ക് കെയർ ആക്കണം. അതുവരെ ബൈ ബൈ.